ചിറയൻകീഴിലെ 8 വയസ്സുകാരന്റെ മരണത്തിൽ ആശുപത്രിക്ക് വീഴ്ചയില്ല എന്ന് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ റിപ്പോർട്ട്. രക്തപരിശോധനയിൽ പാമ്പുകടി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അധികൃതരുടെ വാദം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തത് കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ടാണെന്നും സൂപ്രണ്ട് DMOയ്ക്ക് നൽകിയ വിശദീകരണത്തിൽ പറയുന്നു. തിരുവനന്തപുരം ചിറയൻകീഴ് അഴൂരിലെ ദിലീപ് അനു ദമ്പതികളുടെ മകൻ ദിക്ഷലാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെയാണ് കുട്ടിയെ പാമ്പ് കടിച്ചത്. ഉടൻ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക ചികിത്സ നൽകി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ അയച്ചെങ്കിലും ദിക്ഷലിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. പിന്നാലെ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഒരു മൂർഖൻ പാമ്പിനെ പിടികൂടിയിരുന്നു. ചികിത്സാവേശ ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയതോടെ DMO ആശുപത്രി സൂപ്രണ്ടിനോട് റിപ്പോർട്ട് തേടി. ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് DMOയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. രക്തപരിശോധനയിൽ പാമ്പുകടി സ്ഥിരീകരിക്കാൻ സാധിച്ചില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വാദം. ആന്റിവെനം ആവശ്യത്തിന് ആശുപത്രിയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നുവെന്നും ആരോഗ്യാവസ്ഥ മോശമാകുന്നത് കണ്ടാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തതെന്നും സൂപ്രണ്ട് DMOയ്ക്ക് നൽകിയ വിശദീകരണത്തിൽ പറയുന്നു. എന്നാൽ കാലിലൂടെ എന്തോ ഇഴഞ്ഞെന്ന കുട്ടി പറഞ്ഞിരുന്നുവെന്നും വിഷബാധയുടെ ലക്ഷണങ്ങൾ കുട്ടി പ്രകടിപ്പിച്ചിരുന്നെങ്കിലും അത് തിരിച്ചറിയുന്നതിൽ ഡോക്ടർക്ക് വീഴ്ച പറ്റിയെന്നും ആരോപിക്കുകയാണ് കുടുംബം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.